വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ. അതാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇനിയുള്ള 1 മണിക്കൂർ സമയം എത്താൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജിയിൽ നിർണായക വിധി അല്പസമയത്തിനകം. എക്സാലോജിക് CMRL ഇടപാടിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലാണ് ഹൈക്കോടതി 1:45 വിധി പറയുക. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനും അന്തരിച്ച പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബുവുമാണ് ഹർജി നൽകിയത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. S. ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, വളരെ നിർണായകമായ വിധി, രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന വിധി, അത് 1:45 ഉണ്ടാകാൻ പോകുന്നു. നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിക്ക് ഇത് തള്ളിയതാണ്. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് ആവശ്യം എത്തുന്നു. വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും കാത്തിരിക്കുന്ന വിധി 1:45. ശ്രീകാന്ത്, രണ്ടുപേരാണ് ഈ കേസിൽ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഒന്ന് അന്തരിച്ച പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു, രണ്ടാമത്തേത് ഈ കേസിൽ മൂവാറ്റുപുഴ MLA കൂടിയായ മാത്യു കുഴൽനാടൻ. ഇങ്ങനെ രണ്ടുപേരാണ് ഹൈക്കോടതിയെ ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇന്ന് ആ കേസിൽ വിധി പറയാൻ പോവുകയാണ്. 1:45 ജസ്റ്റിസ് K. ബാബുവിൻ്റെ ബെഞ്ചാണ് വിധി പറയാൻ പോകുന്നത്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ വിധി തന്നെയായിരിക്കും അത്. അതിൻ്റെ വാദങ്ങൾ നമ്മൾ കേട്ട പശ്ചാത്തലം കൂടി പരിഗണിക്കണം. ആ ഘട്ടത്തിലൊക്കെ തന്നെ കോടതി കുറേയധികം സംശയങ്ങൾ ഈ ഹർജിക്കാരോട് ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾ കാണുമ്പോൾ നമുക്ക് വിധി എന്താകും എന്ന് ഏറെക്കുറെ അനുമാനിക്കാനാകും. പക്ഷേ അതിപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നത് ശരിയല്ല. കോടതിയുടെ തീരുമാനമാണ്. അത് 1:45 തന്നെ അറിയേണ്ടതുമാണ്. നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഈ ഹർജികൾ തള്ളിക്കളഞ്ഞതാണ്. അതിനെതിരെയാണ് റിവിഷൻ ഹർജി നൽകിയിട്ടുള്ളത്. 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ളതാണ് ആരോപണം. കോടതി പറയട്ടെ, സിംഗിൾ ബെഞ്ചിന് മുൻപാകെ ഹർജിയുണ്ട്. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. 1:45 കോടതി ഇതിൽ വിധി പറയാൻ പോകുന്നത്. മാസപ്പടി കേസിലെ നിയമ നടപടികൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കേരള ഹൈക്കോടതിയിലാണ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയ വിജിലൻസ് അന്വേഷണ ആവശ്യത്തിലാണ് ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയാൻ പോകുന്നത്. കേസിന്റെ നാൾവഴി കൂടി പരിശോധിക്കാം റിപ്പോർട്ടിലേക്ക്. മാസപ്പടി കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത് വീണ വിജയൻ എന്ന തൈക്കണ്ടയിൽ വീണയുടെ പേരിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊച്ചിയിലെ ഒരു വിവാദ കമ്പനി CMRL മാസപ്പടി നൽകിയെന്ന് പുറത്തുവിട്ടത് ആദായനികുതി തർക്ക പരിഹാര ബോർഡ്. വിഷയം പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു. വീണ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ നൽകിയെന്നാണ് കണ്ടെത്തൽ. എല്ലാ പണമിടപാടും ബാങ്ക് വഴിയായിരുന്നു. EDയുടെ കണ്ടെത്തൽ ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ പരിധിയിൽ വരും എന്നാണ്. CMRLന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങളുണ്ടെന്ന് ആദായനികുതി വകുപ്പും കണ്ടെത്തി. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്ക് CMRL പണം നൽകിയതിന്റെ രേഖകളും കണ്ടെടുത്തിരുന്നു. മാത്യു കുഴൽനാടൻ MLA, ഷോൺ ജോർജ്, കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു എന്നിവരാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോയത്. കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ കണ്ടെത്തലുകൾ സമർപ്പിച്ചത് ഡൽഹി ഹൈക്കോടതിയിൽ. മാസപ്പടി വിവാദം സംസ്ഥാന നിയമസഭയിൽ വലിയ വാഗ്വാദങ്ങൾക്ക് വിഷയമായി. മാത്യു കുഴൽനാടനും മുഖ്യമന്ത്രിയും നേർക്കുനേർ ഏറ്റുമുട്ടി. വീണ വിജയനെ SFIO ഒന്നിലേറെ തവണ ചോദ്യം ചെയ്തു. എല്ലാ രേഖകളും വീണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണം എന്ന മാത്യു കുഴൽനാടന്റെ ഹർജിയിലാണ് ഇന്ന് ഹൈക്കോടതി വിധി പറയുന്നത്. റിസർച്ച് ഡെസ്ക് 24. തൃശൂർ പൂരം വെടിക്കെട്ടിൽ അനിശ്ചിതത്വം. പൂരത്തിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ഇനിയും കിട്ടിയിട്ടില്ല. പെസോ നിയമത്തിൽ ഇളവ് തേടിയെങ്കിലും അനുമതി ലഭിച്ചില്ല എന്ന് പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കി. ഒരു റിലാക്സേഷൻ വേണമെന്നാവശ്യപ്പെട്ട് ഇരു ദേവസ്വങ്ങളും കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MP-യും മന്ത്രിയും നമ്മുടെ തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയി കേന്ദ്ര മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജിയെ കണ്ടു. റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എങ്കിലും ഇനി ഏതാണ്ട് 1 മാസമേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊടിയേറ്റത്തിനാണ്. അത് 30-ാം തീയതിയാണ്. ഇന്നിപ്പോൾ 28-ആയി. 1 മാസമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ തീരുമാനങ്ങൾ വരാതിരുന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഇനി സമയം കുറവാണ്, ഇപ്പോഴും അനുമതി കിട്ടിയിട്ടില്ല. എന്താണ് ദേവസ്വങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്? അവർ നേരത്തെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്രമന്ത്രി അടക്കം സമീപിച്ചത് ഉന്നയിക്കുന്നുണ്ട്.
ഒരു അനുകൂല തീരുമാനം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ദേവസ്വം? ടിക്ക് 32 ദിവസം മാത്രമാണ് ഇനി തൃശ്ശൂർ പൂരത്തിന് കൊടികയറാനുള്ളത്. പക്ഷേ അപ്പോഴും ഈ വെടിക്കെട്ട് സംബന്ധിച്ചുള്ള ഒരു അന്തിമ അനുമതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഈ പെസോ ഇത് സംബന്ധിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു മാർഗനിർദ്ദേശം പുതുക്കിക്കൊണ്ട് പുറത്തിറക്കിയത്. അതായത് ഈ വെടിക്കെട്ട് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പെസോ പുറത്തിറക്കിയിരുന്നു. അതിലെ ചില മാനദണ്ഡങ്ങൾക്കെതിരെ അന്ന് തന്നെ ദിവസങ്ങൾ എത്തിയതാണ്, രംഗത്തെത്തുകയും ചെയ്തു. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ നടത്തുന്നതിൽ ഈ അനിശ്ചിതത്വം സൃഷ്ടിക്കും ഈ മാനദണ്ഡങ്ങൾ എന്നുള്ളതായിരുന്നു അന്ന് ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഇളവ് നേടി നൽകാം എന്ന് അറിയിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് പീയൂഷ് ഗോയലുമായി ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ ഇപ്പോഴും ഈ ദേവസ്വം പറയുന്നത് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ആയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു മാസം മാത്രമാണ് പൂരത്തിന് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു അനുമതി, അതായത് പെസോയുടെ ഇളവ് സംബന്ധിച്ച് ഒരു അനുമതി വൈകുന്ന വലിയ അനിശ്ചിതത്വങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കാരണം ഈ പൂരം കൊടികയറാനിരിക്കുന്നു. അന്ന് തന്നെ 32-ാം ദിവസം ഒരു സാമ്പിൾ വെടിക്കെട്ട് നടക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇതിന്റെ ഒരു അനുമതി ലഭിച്ചാൽ മാത്രമാണ് ഇനി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഈ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകണം എന്നുള്ളതാണ് നിലവിൽ ഈ പാറമേക്കാവ് ദേവസ്വം അടക്കം ആവശ്യപ്പെടുന്ന ടി.കെ. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ ആത്മഹത്യ ചെയ്ത അധ്യാപിക അലീന ബെന്നിയുടെ സ്ഥിര നിയമനം മരണശേഷം അംഗീകരിച്ച ഉത്തരവ്. സിറോ മലബാർ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മതിയായ രേഖകൾ സമർപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി. ഇതോടെ 9 മാസത്തെ ശമ്പളം അലീനയുടെ കുടുംബത്തിന് ലഭിക്കും. എയ്ഡഡ് സ്കൂൾ അധ്യാപിക അലീന ബെന്നി ആത്മഹത്യ ചെയ്ത് 1 മാസം പിന്നിടുന്നതിന് മുൻപാണ് നിയമനത്തിന് അംഗീകാരമായത്. അലീനയെ LPST ആയി മാർച്ച് 15 മുതൽ നിയമിച്ചുള്ള നടപടിക്ക് താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അംഗീകാരം നൽകി. പ്രതിദിനം 955 രൂപ നിരക്കിൽ 9 മാസത്തെ ശമ്പളം അലീനയുടെ കുടുംബത്തിന് ലഭിക്കും. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലേക്ക് അലീനയെ മാറ്റി നിയമിച്ചത് മുതലുള്ള ആനുകൂല്യം മാത്രമാണിത്. കഴിഞ്ഞ ഫെബ്രുവരി 19-നാണ് അലീന ബെന്നിയെ കട്ടിപ്പാറയിലുള്ള വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. 5 വർഷത്തോളം സ്ഥിരം നിയമനമാകാതെയും ശമ്പളമില്ലാതെയും ജോലി ചെയ്തതിന്റെ മനോവിഷമത്തിൽ അലീന ആത്മഹത്യ ചെയ്തെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. മതിയായ രേഖകൾ സമർപ്പിക്കാത്തതിനാലാണ് നിയമനം സ്ഥിരപ്പെടാതിരുന്നതെന്ന കുടുംബത്തിന്റെ ആരോപണം തള്ളി താമരശ്ശേരി രൂപത എഡ്യൂക്കേഷണൽ സൊസൈറ്റി രംഗത്തെത്തിയിരുന്നു. 24 കോഴിക്കോട്. നേരത്തെ വരേണ്ടിയിരുന്ന ഉത്തരവ് എന്നാണ് അലീനയുടെ പിതാവ് ബെന്നിയുടെ പ്രതികരണം. ആരുടെ ഭാഗത്ത് നിന്നാണ് വീഴ്ച ഉണ്ടായതെന്ന് തനിക്കറിയില്ല. ഉത്തരവ് പുറത്തിറങ്ങുമ്പോഴും ദുഃഖം തന്നെയാണെന്നും ബെന്നി പറഞ്ഞു. അലീന ജീവിച്ചിരിക്കുന്ന കാലത്ത് വരേണ്ട ഉത്തരവായിരുന്നു. അത് എന്തോ ഒരു കാരണം കൊണ്ട് താമസം വന്നിട്ടുണ്ട്. എന്താണ് ആരുടെ ഭാഗത്തുനിന്നോ മാനേജ്മെന്റ് ഭാഗത്തുനിന്നാണോ ഇനിയിപ്പം ദിവസന്മാരുടെ ഭാഗത്തുനിന്നോ വീഴ്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഇത് യഥാർത്ഥത്തിൽ അറിയുകയും ശമ്പളം വാങ്ങിക്കുകയും കൈപ്പറ്റുകയും ചെയ്യേണ്ട ആൾ അലീനയായിരുന്നു. മ്യാൻമറിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും ഭൂചലനമുണ്ടായി. ആദ്യം ദൃശ്യങ്ങളിലേക്ക് എത്താം. ഇപ്പോൾ മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മെറിൻ, 7.7 തീവ്രത എന്നാൽ വലിയ ഭൂചലനമാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ ഈ ഘട്ടത്തിൽ? റിജിത്ത്, അതിശക്തമായ ഭൂചലനമാണ് ഇപ്പോൾ മ്യാൻമാറിൽ ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രാദേശിക സമയം 12:50 കൂടെയാണ് ഈ ഭൂചലനം ഉണ്ടായത്. അതിനുശേഷം ശക്തമായ തുടർചലനങ്ങൾ ഉണ്ടായതെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് അനുസരിച്ച് മ്യാൻമാറിന് 20 കിലോമീറ്റർ മാറിയുള്ള സൈഗാങ് എന്ന നഗരമാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കെട്ടിടത്തിന് പുറത്തേക്ക് എല്ലാം ജനങ്ങൾ പരിഭ്രാന്തരായി പുറത്തേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തുടർചലനങ്ങൾ തായ്ലൻഡിലും അതുപോലെ തന്നെ ബാങ്കോക്കിലും എല്ലാം ഉണ്ടായതാണ് വിവരം. ചൈനയുടെ ചില ഭാഗങ്ങളിലും ഈ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായാണ് വിവരം. ഇപ്പോൾ മ്യാൻമറിലെ പ്രസിദ്ധമായിട്ടുള്ള സാങ്യാങ് പാലം തകർന്നുവെന്നും നിരവധി കെട്ടിടങ്ങൾ തകർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഇതനുസരിച്ച് ഇപ്പോൾ മ്യാൻമാർ പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർന്നിട്ടുണ്ട്. മെട്രോ സർവീസുകളും അതുപോലെ തന്നെ ട്രെയിൻ സർവീസുകളെല്ലാം തന്നെ ഇപ്പോൾ അടിയന്തരമായി തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. എന്തായാലും റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഒരു ഭൂചലനം തന്നെയാണ് ഇപ്പോൾ മ്യാൻമറിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രകമ്പനങ്ങൾ ബാങ്കോക്കിലും അതുപോലെ തന്നെ ചൈനയിലും ദൃശ്യങ്ങൾ വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഈ വലിയ കെട്ടിടങ്ങളൊക്കെ, ബഹുനില കെട്ടിടങ്ങളൊക്കെ നിലംപതിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. നാശനഷ്ടം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം സംബന്ധിച്ചും വരെ
റിജിത്ത്, രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കാരണം കൂറ്റൻ കെട്ടിടങ്ങളാണ് ഇപ്പോൾ നിലം പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉറപ്പായും ഉണ്ടാകും. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ വേഗത്തിലാക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കും ഇപ്പോൾ മ്യാൻമാർ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. രാജ്യത്ത് എന്തായാലും ഒരു അടിയന്തര സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും മ്യാൻമാറിൽ ഇപ്പോൾ അതിശക്തമായ ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നു. നാശനഷ്ടങ്ങളുടെ തീവ്രത കണക്കാക്കി വരുന്നതേ ഉള്ളൂ. ആളപായം സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. റിജിത്ത്. മെറിൻ മേരി ചാക്കോയാണ് വിവരങ്ങൾ നൽകുന്നത്. മ്യാൻമറിലാണ് വലിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വലിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. വലിയ കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകളൊക്കെ നിലം പതിക്കുന്നു. ആളുകൾ അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു. നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അടിയന്തര വേഗത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തന നടപടികൾ ഏകോപിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നു. മെറിൻ മേരി ചാക്കോ അതിന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തായ്ലാൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ചാനൽ ചർച്ചയിലെ അഴിമതി ആരോപണത്തിൽ CPIM നേതാവ് PK ശ്രീമതിയോടുള്ള ഖേദപ്രകടനത്തിൽ മലക്കം മറിഞ്ഞ് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. ഖേദപ്രകടനം തന്റെ ഔദാര്യം എന്നാണ് B ഗോപാലകൃഷ്ണന്റെ പുതിയ നിലപാട്. ഉന്നയിച്ച അഴിമതി ആരോപണത്തിന് കൃത്യമായ തെളിവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചതെന്നായിരുന്നു B ഗോപാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത്. നിർഭാഗ്യവശാൽ ടീച്ചർക്ക് കുറച്ചുകൂടെ അത് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ഇവിടേക്ക് വരേണ്ടി വന്നു. മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്ററിന് മുമ്പിൽ വെച്ച് ഈ കേസ് ഞങ്ങൾ പരസ്പരം ഒത്തുതീർന്നിരിക്കുന്നു. ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ്. ചാനൽ ചർച്ചയിൽ PK ശ്രീമതിക്കെതിരായി നടത്തിയ പരാമർശത്തിലായിരുന്നു BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ ഖേദപ്രകടനം. എന്നാൽ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു ഗോപാലകൃഷ്ണൻ. ഏത് കാരണവശാലും ഒരു സ്ത്രീയുടെ കണ്ണുനീർ വീഴാൻ പാടില്ല എന്ന എൻ്റെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പഠനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഖേദപ്രകടനം. അതെൻ്റെ ഔദാര്യമാണ്, ആരും പറഞ്ഞിട്ടല്ല. എന്നാൽ ഖേദം പ്രകടിപ്പിക്കാമെന്ന് കാട്ടി ഗോപാലകൃഷ്ണൻ PK ശ്രീമതിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ വിവരങ്ങൾ പുറത്തു വന്നു. ഖേദം പ്രകടിപ്പിക്കാമെന്ന വ്യവസ്ഥയിൽ കേസ് അവസാനിപ്പിക്കാമെന്നതാണ് ഉടമ്പടിയിൽ വ്യക്തമാക്കുന്നത്. ഇടതു ഹാൻഡിലുകളിൽ ഖേദപ്രകടനം വലിയ ചർച്ചയായതാണ് B ഗോപാലകൃഷ്ണനെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട് PK ശ്രീമതി എന്തു തുടർ നടപടി സ്വീകരിക്കുമെന്നതാണ് സസ്പെൻസ്. 24 തൃശൂർ. CPIM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന്റെ ഭീഷണി ഫോൺ കോളിന് പിന്നാലെ സ്ഥലമാറ്റം ആവശ്യപ്പെട്ട് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ്. നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ ഭയമാണെന്ന് വില്ലേജ് ഓഫീസർ പറയുന്നു. എന്നാൽ വില്ലേജ് ഓഫീസർ മുമ്പ് വകുപ്പുതല നടപടി നേരിട്ടയാളാണെന്ന് ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ പറഞ്ഞു. വില്ലേജ് ഓഫീസർക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. നികുതി കുടിശ്ശിക ചോദിച്ചതിന് ഏരിയ സെക്രട്ടറി MV സഞ്ജു ഭീഷണിപ്പെടുത്തി. പിന്നാലെ അജ്ഞാത നമ്പറിൽ നിന്ന് ഭീഷണി കോളുമെത്തി. അതുകൊണ്ടാണ് ജില്ലാ കളക്ടറോട് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടതെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ്. ഇന്നലെ വന്ന ഭീഷണി കോളുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടർ ആ ഒരു പരാതി ആറന്മുള CIക്ക് ഫോർവേഡ് ചെയ്തതായിട്ട് അറിഞ്ഞു. CI എന്നെ വിളിച്ചിരുന്നു. ആ ഓഫീസിലേക്ക് ഇനി പോകാനോ വർക്ക് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഓഫീസ് ഒന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ഓഫീസ് തഹസിൽദാർക്ക് ഒരു കളക്ടർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഭീഷണി സംബന്ധിച്ച വില്ലേജ് ഓഫീസർ നൽകിയ പരാതി കളക്ടർ ഇന്നലെ തന്നെ ആറന്മുള പോലീസിന് കൈമാറിയിരുന്നു. സ്ഥലം മാറ്റത്തിൽ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. 2024 ഓഗസ്റ്റിൽ സസ്പെൻഷൻ നടപടി നേരിട്ട ആളാണ് വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ്. എന്നാൽ പരാതിയിലെ അന്വേഷണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ. പബ്ലിക് തന്നെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിത്ത് പ്രൂഫ് ഒരു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ RDO അന്വേഷിച്ചപ്പോൾ RDOയുടെ അടുത്തും അന്നത്തെ ഉണ്ടായിരുന്ന RDOയുടെ അടുത്തും അദ്ദേഹം മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടും RDOയുടെ അന്വേഷണ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതെന്നും ഒരു അഴിമതി നടത്തിയിട്ടില്ലെന്നും അന്വേഷണം പൂർത്തിയാവുമ്പോൾ സത്യം തെളിയുമെന്നുമാണ്
വിഷയത്തിൽ വില്ലേജ് ഓഫീസറുടെ പ്രതികരണം. എന്നാൽ വില്ലേജ് ഓഫീസർക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. പ്രകോപിപ്പിച്ചത് വില്ലേജ് ഓഫീസറാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. താൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും ഭീഷണിയിൽ വേണമെങ്കിൽ വില്ലേജ് ഓഫീസറോട് നേരിട്ട് ഖേദപ്രകടനം നടത്താമെന്നും MV സഞ്ജു. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് പ്രകോപിപ്പിച്ച് അതിന്റെ ഭാഗമായുണ്ടായ സംസ്കാരമാണ്. അതല്ലാതെ അദ്ദേഹത്തെ ആക്രമിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടൊന്നും ഞാൻ പറഞ്ഞതല്ല. ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നേരം എന്നെ കൊണ്ട് പ്രകോപിപ്പിച്ച് അങ്ങനെ സംസാരിച്ചതാണ്. റവന്യൂ വകുപ്പിൽ അടക്കേണ്ട ഒറ്റത്തവണ നികുതിയുടെ കുടിശ്ശിക തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിളിച്ചപ്പോഴാണ് CPIM ഏരിയ സെക്രട്ടറി വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയത്. 24 പത്തനംതിട്ട. പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും ലഹരി സംഘത്തിന്റെ ആക്രമണം. തിരുവനന്തപുരം പൂജപ്പുരയിലും എറണാകുളം അയ്യമ്പുഴയിലുമാണ് ഇന്നലെ രാത്രി പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. ലഹരി മാഫിയ സംഘം ആക്രമിച്ചെന്ന് തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർ പരാതി നൽകി. തിരുവനന്തപുരം പൂജപ്പുരയിൽ കഞ്ചാവ് കേസ് പ്രതിയാണ് SI സുധീഷിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കാപ്പ കേസിൽ ശിക്ഷ കഴിഞ്ഞ് 2 ദിവസം മുൻപ് പുറത്തിറങ്ങിയ പ്രതി ശ്രീജിത്ത് ഉണ്ണിയാണ് പെട്രോളിങ്ങിനിടെ SIയെ ആക്രമിച്ചത്. കുത്തിയ ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു. വയറ്റിലെ കുത്ത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് 6 തുന്നലുകളുണ്ട്. പ്രതിക്കെതിരെ വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുത്തു. എറണാകുളം അയ്യമ്പുഴയിൽ മദ്യലഹരിയിൽ യുവതി പോലീസിനെ കയ്യേറ്റം ചെയ്തു. യുവതി പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തടിക്കുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് കേസ്. ജീപ്പിനുള്ളിൽ കയറ്റിയതിന് പിന്നാലെ നേപ്പാൾ സ്വദേശിനിയായ ഗീതയും സുഹൃത്തും ജനലിലൂടെ പുറത്തേക്ക് ചാടി. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് അംഗങ്ങളെ ലഹരി മാഫിയ സംഘം ആക്രമിച്ചെന്നാണ് മറ്റൊരു പരാതി. പെൺകുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചെന്നാണ് കേസ്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ലഹരിവേട്ട തുടരുകയാണ്. മലപ്പുറം തിരൂരിൽ 141 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിലായി. പെരിന്തൽമണ്ണ സ്വദേശി ഹൈദർ അലി, വേങ്ങര സ്വദേശികളായ മുഹമ്മദ് കബീർ, അസൈനാർ എന്നിവരാണ് പിടിയിലായത്. ഹൈദർ അലി ഒമാനിൽ നിന്നാണ് ലഹരി എത്തിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആലുവ ചൂണ്ടിയിൽ 7 കിലോ കഞ്ചാവ് പിടികൂടി. പശ്ചിമബംഗാൾ സ്വദേശിയാണ് കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായത്. വാർത്താമഴയിലേക്ക് വീണ്ടും. കോട്ടയം പാലായിൽ ലഹരി ഉപയോഗത്തിന് കൊണ്ടുവന്ന മരുന്ന് പിടികൂടി. ഹൃദയ ശസ്ത്രക്രിയ നടത്തുമ്പോൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മരുന്നിന്റെ 300 പാക്കറ്റുകളുമായി യുവാവ് പിടിയിലായി. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇങ്ങനെ ഈ ലഹരി ഉപയോഗത്തിന് പലതരത്തിലുള്ള സാധനങ്ങൾ അതിൻ്റെ ഭാഗമാവുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നും ഒക്കെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ടോബി? TK, ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു റെയ്ഡ് എക്സൈസ് സംഘം നടത്തിയത്. ഈ ഹൃദയ ശസ്ത്രക്രിയ നടത്തുമ്പോൾ രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഫ്റ്റർമൈൻ സൾഫേറ്റ് എന്ന് പറയുന്ന മരുന്നിൻ്റെ 300 പാക്കറ്റുകളാണ് പിടിച്ചെടുത്തത്. ഇത് 140 രൂപയാണ് ഇതിൻ്റെ ഒരു വില, വിപണി വില. അത് 500 രൂപയ്ക്ക് മറിച്ചു വിൽക്കുന്ന ഒരു നടപടിയാണ് ഈ യുവാവ് ചെയ്തിരുന്നത്. ഉള്ളനാട് ഭാഗത്താണ് ഈ സംഭവം നടന്നു വരുന്നത്. ജിതിൻ എന്ന് പറയുന്ന, കണ്ണൻ എന്ന് വിളിക്കുന്ന ജിതിനാണ് ഇങ്ങനെ ഓൺലൈനിൽ നിന്നും ഇത് വരുത്തി മറിച്ചു വിറ്റിരുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഇദ്ദേഹം ഈ മരുന്ന് വിൽക്കുന്നതായി എക്സൈസിന് വിവരമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയാണ് കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭിക്കുകയും പാലാ എക്സൈസ് സംഘം ഇയാളെ പിടികൂടുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള മരുന്നുകൾ ലഹരിക്കായി അമിതമായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിവരം നേരത്തെ തന്നെ എക്സൈസിന് ലഭിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടന്നു വരികയായിരുന്നു. ഇത് ഉപയോഗിക്കുന്നത് സിറിഞ്ച് ഉപയോഗിച്ചാണ് ഈ മരുന്ന് ശരീരത്തിലേക്ക് കുത്തിവെച്ച് ആ ലഹരി ആസ്വദിച്ചിരുന്നത്. പലരും ഇത്തരത്തിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം തന്നെയാണ് എക്സൈസ് സംഘം നൽകുന്നത്. മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായി ഈ മരുന്നായതുകൊണ്ട് തന്നെ അധികമാരും അധികമാരും സംശയിച്ചിരുന്നില്ല. എന്തായാലും കൂടുതൽ ആളുകൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള പരിശോധന കൂടി എക്സൈസ് സംഘം നടത്തുന്നുണ്ട്. TK. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. SKN40 കേരള യാത്രയുടെ എറണാകുളം ജില്ലാ പര്യടനത്തിന് തുടക്കം. വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ 100 കണക്കിന് ആളുകൾ അണിചേർന്നു. 3 ദിവസമാണ് ജില്ലയിലെ പര്യടനം. വാഴക്കുളത്തെ പൈനാപ്പിൾ കർഷകർ കേരള യാത്രയ്ക്കൊപ്പം ചേർന്നു.
വാഴക്കുളത്തിന്റെ ചിഹ്നം ഇതാണോ? അതെ അതെ. ഇവിടുന്ന് ഒരു എത്രായിരം കോടിയുടെ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നുണ്ടാവും? 2000 കോടി രൂപയുടെ പൈനാപ്പിൾ ഒരു വർഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പൈനാപ്പിളാണ് ലഹരി. ഇവിടെ മധുരം നാടുകൾക്ക് മധുരം വിളർക്കൊണ്ട് അത് ചെറുപ്പക്കാരായ ആളുകൾ കടന്നു വരുന്ന ഈ കൃഷിയിലേക്ക് കടന്നു വരുന്ന അവരുടെ നല്ലൊരു ജീവിത ലക്ഷ്യത്തിൽ അവർ കൈവരിക്കുന്നുണ്ട്. കഞ്ചാവും MDMA ഒന്നും ഇവിടെ കയറാൻ നിങ്ങൾ സമയം? കഞ്ചാവിനൊന്നും പോകാൻ ഇവർക്ക് സമയമില്ല. യാത്രയെ കാത്തു വഴിനീളെ നിരവധി പേർ. മൂവാറ്റുപുഴ ടൗണിൽ ലഹരി സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകൾ നാട്ടുകാർ 24-മായി പങ്കുവച്ചു. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഈ ലഹരിക്ക് എതിരെ നടത്തുന്ന ഈ ക്യാമ്പയിനും ഈ പോരാട്ടമൊക്കെ വളരെ പ്രശംസാപരമാണ്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴയെ പോലെയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ ലഹരിയുടെ വിപണിയും വളരെ എക്സ്ട്രീമായിട്ട് നടക്കുന്ന സ്ഥലമാണ്. ഒരു 2030 ആകുമ്പോഴത്തേക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടാകാൻ പോണത്. ആ ഉണ്ടാകുന്നതിനെ കർട്ടൈൽ ചെയ്യാനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള മൂവ്മെന്റിന്റെ ഒരു വലിയ മൂവ്മെന്റിന്റെ ഭാഗമായിരിക്കും ഈ ലഹരിയുടെ സ്പ്രെഡ് എന്നൊക്കെയാണ്. നമ്മൾ വിചാരിക്കാത്ത ഡയമെൻഷൻസ് ഇതിനുണ്ടാവാം. മൂവാറ്റുപുഴയിൽ സംഗീത സംവിധായകൻ ശരത്തും യാത്രയ്ക്ക് ആശംസകൾ നേരാനെത്തി. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നമ്മുടെ പുതിയ തലമുറ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാര്യം ഇതൊരു മഹാവൃത്തിയായിട്ട പരിപാടിയാണ്. അതൊരു നമുക്ക് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാര്യം ഇതടിച്ചിട്ട് ഈ ഉള്ള അക്രമം എല്ലാം നടക്കുന്നത് ഇതിന്റെ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്. അച്ഛനമ്മയെ അറിഞ്ഞുകൂടാ. എക്സൈസും പോലീസ് ഉദ്യോഗസ്ഥരും മൂവാറ്റുപുഴയിൽ യാത്രയുടെ ഭാഗമായി. പിറവം ചിന്മയ വിശ്വവിദ്യാപീഠ് ഗ്ലോബൽ ക്യാമ്പസിലും യാത്രയെത്തി. കേരളത്തിൽ അതിവേഗം പടരുന്ന സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ആളുകളുടെ സ്വഭാവം മാറ്റിമറിക്കുന്നു. വല്ലാത്ത ക്രൂരത ചെയ്യാൻ, നൃത്തമായി പെരുമാറാൻ, പെറ്റമ്മയെ കൊന്നു കൊലപ്പെടുത്താനുമൊക്കെ ആളുകൾ തയ്യാറാകുന്നു. ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വൈകുന്നേരം മരടിൽ പൊതുസമ്മേളനം നടക്കും. 24 കൊച്ചി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട് പോലീസ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ അലുവ അതുൽ, പങ്കജ്, രാജപ്പൻ, പ്യാരി, മൈന എന്ന ഹരി, രാജീവ് എന്നിവരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. പ്രതികൾ ഉടൻ പിടിയിലായേക്കും എന്നാണ് സൂചന. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, പ്രതികളെക്കുറിച്ച് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചിത്രങ്ങൾ പുറത്തുവിടുന്നു. പോലീസിന്റെ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നീക്കങ്ങൾ എങ്ങനെയാണ്? അത് രജീഷ്, അനീറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, നിർണായകമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ അനീർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അതുൽ, അതുപോലെ തന്നെ അലുവ അതുൽ, ഒപ്പം അതുപോലെ തന്നെ രാജപ്പൻ എന്ന രാജീവ്, പ്യാരി, പങ്കജ് എന്നിവരിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇവർ അതുപോലെ തന്നെ ഹരി എന്ന് വിളിക്കുന്ന മൈന, പ്യാരി, ഇങ്ങനെ 5 പേരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഇവർ 4 പേർ കൊടും ക്രിമിനലുകളാണെന്ന് തന്നെ പോലീസ് പറയുന്നു. അതുപോലെ തന്നെ മൈന ഹരിക്കെതിരെയും വിവിധ സ്റ്റേഷനുകളായി നിരവധി കേസുകളാണ് ഉള്ളത്. ഈ സംഘത്തിൽ ഉൾപ്പെട്ട ഇവർ 5 പേരും ചേർന്നാണ് ഈ കൃത്യം നടത്തിയതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ പ്രധാനമായും ജിം സന്തോഷിനെ തന്നെ ലക്ഷ്യം വെച്ചാണ് എത്തിയത്. സന്തോഷിന്റെ വീട്ടിൽ കയറി സന്തോഷിനെ അമ്മയുടെ മുന്നിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവർ മടങ്ങുകയായിരുന്നു. മടങ്ങും വഴി അപ്രതീക്ഷിതമായാണ് അനീറിനെ കണ്ടതെന്നാണ് പറയുന്നത്. അനീർ ഒരു ഉത്സവ പരിപാടിക്ക് കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് വഴിയിൽ വെച്ച് കണ്ടത്. ഇതിൽ ഉൾപ്പെട്ട പങ്കജ് എന്ന് പറയുന്ന ആളുടെ വീട് കത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പക അനീറിനോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ അലുവ അതുലിന് പങ്കജിനോടും ഈ അനീറിനോടും അതുപോലെ തന്നെ ജിം സന്തോഷിനോടും കടുത്ത വൈരാഗ്യം ഉണ്ടായിരുന്നു. ഈ വൈരാഗ്യമൊക്കെയാണ് കൊലപാതകത്തിലേക്ക് കലാശിക്കാൻ കാരണമെന്നാണ് അറിയുന്നത്. ഈ 2 സംഘങ്ങൾ തമ്മിലുള്ള ഒരു വലിയ തർക്കം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി, ഓച്ചിറ, കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള തർക്കം കുറേ നാളുകളായി നിലനിൽക്കുന്നു. ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സന്തോഷ് ഇടയ്ക്ക് ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഈ തർക്ക രമ്യതയ്ക്ക് വേണ്ടി വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ ഒരു മീറ്റിംഗിൽ വെച്ച് ജിം സന്തോഷ് പങ്കജിനെ ആക്രമിച്ചിരുന്നു, കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട ജിം സന്തോഷ് ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ 5 പേരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുവരെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കൊടും ക്രൂരതയെന്ന് പോലീസിന്റെ കുറ്റപത്രം. ഇരകളാക്കപ്പെട്ട വിദ്യാർത്ഥികളെ പ്രതികൾ 3 മാസത്തിലധികം തുടർച്ചയായി പീഡിപ്പിച്ചു എന്നാണ് കണ്ടെത്തൽ.
അന്വേഷണ സംഘം ഇന്ന് ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകും. 45 ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഗാന്ധിനഗർ പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. കേസിൽ അറസ്റ്റിലായ സീനിയർ വിദ്യാർത്ഥികളായ 5 പേർ തന്നെയാണ് പ്രതികൾ. KP രാഹുൽ രാജ്, റിജിൽ ജിത്ത്, സാമുവൽ ജോൺസൺ, NV വിവേക്, NS ജീവ എന്നിവർ ചേർന്ന് നടത്തിയത് കൊടും ക്രൂരതയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അധ്യാപകർക്കോ ഹോസ്റ്റൽ വാർഡനോ സംഭവത്തിൽ പങ്കില്ല. നവംബർ മുതൽ ഫെബ്രുവരി 11 പിടിയിലാകുന്നതിന് മുൻപ് വരെ ക്രൂരത തുടർന്നു. പ്രതികൾ നിരന്തരം ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 40 സാക്ഷിമൊഴികളും 32 രേഖകളും കുറ്റപത്രത്തിനൊപ്പമുണ്ട്. ഗാന്ധിനഗർ SHO TS ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 45 ദിവസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം തയ്യാറാക്കിയത്. പ്രതികൾ തന്നെ പകർത്തിയ പീഡനത്തിന്റെ ദൃശ്യങ്ങളാണ് കേസിലെ നിർണായക തെളിവ്. തുടർച്ചയായ റാഗിംഗ് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളും പ്രതികളുടെ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ജാമ്യത്തിനായി പ്രതികൾ നീക്കം നടത്തിയെങ്കിലും ഹൈക്കോടതി ഉൾപ്പെടെ ഇത് തള്ളിയതോടെ 5 പ്രതികളും അറസ്റ്റിലായ അന്നു മുതൽ ജയിലിലാണ്. 24 കോട്ടയം. തൃശൂർ ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. എന്നാൽ വനംവകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. തൃശൂർ 2 കൈയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ഇന്ന് രാവിലെ 6:30യോടെയാണ് പ്രദേശവാസിയായ രാധാകൃഷ്ണൻ പുലിയെ കണ്ടത്. ഡിവിഷൻ കൗൺസിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സംഘമെത്തി പരിശോധന നടത്തി. പുലിയെ കണ്ടതായി പറയുന്ന 27 ഏക്കറോളം വരുന്ന തോട്ടത്തിൽ അരിച്ചു പറക്കിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ പോലും കണ്ടെത്താനായില്ല. അതേസമയം കഴിഞ്ഞ ദിവസം ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരുന്നു. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഇന്ന് പുലിയെ കണ്ടതായി പറയുന്നത്. ഇക്കഴിഞ്ഞ 24 പുലർച്ചെയാണ് ചാലക്കുടി ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടിൽ CCTVയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത്. അതിനിടെ തൃശൂർ 2 കൈയിൽ ജനവാസ മേഖലയിൽ ആന ഇറങ്ങി. പ്ലാവിൽ നിന്ന് ആന ചക്ക കുലുക്കിയിടാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 2 കൈയിലും വന്യജീവി ശല്യം രൂക്ഷമാണ്. 24 തൃശൂർ. മലപ്പുറം വളാഞ്ചേരിയിൽ സിറിഞ്ച് കുത്തിവെച്ചുള്ള ലഹരി ഉപയോഗത്തിലൂടെ 10 പേർക്ക് HIV കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ്. അടുത്ത മാസം ആദ്യം പരിശോധനാ ക്യാമ്പ് നടത്തും. ഒറ്റപ്പെട്ട പരിശോധനയോട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ സഹകരിക്കാത്തതാണ് ആരോഗ്യവകുപ്പിനെ കുഴക്കുന്നത്. മലപ്പുറം ജില്ലയിൽ HIV പരിശോധിക്കാൻ 7 ഇൻ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രമാണുള്ളത്. എന്നാൽ ഇവിടെ പരിശോധനയ്ക്ക് സ്വയം തയ്യാറായി എത്തുന്നവർ വിരളമാണ്. ഒറ്റപ്പെട്ട പരിശോധനയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ എത്താത്തത് വെല്ലുവിളിയാണ്. വിപുലമായ ക്യാമ്പ് നടത്തി ഇതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ആരോഗ്യവകുപ്പ്. തവനൂർ ജയിലിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ പ്രതിയെ പരിശോധിച്ചതിലൂടെയാണ് ആദ്യം വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പിന്നീട് ഇയാളോടൊപ്പം ലഹരി പങ്കിട്ട വ്യക്തികളെ കൂടി പരിശോധിച്ചു. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 7 മലയാളികൾക്കുമാണ് HIV വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് വീണ്ടും കുത്തിവെച്ചതിലൂടെയാണ് ഇത് പടർന്നത് എന്നാണ് കണ്ടെത്തിയത്. ഇതേ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ആശങ്ക. 24 തിരൂർ. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ മരണമുറപ്പിക്കാൻ മുഖ്യപ്രതി ജോമോന്റെ വീട്ടിലെത്തിച്ച് ദേഹപരിശോധന നടത്തിയെന്ന് പോലീസ്. ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയി അവശനിലയിലാക്കിയ ശേഷം ആദ്യം എത്തിച്ചത് ജോമോന്റെ വീട്ടിലാണ്. കസ്റ്റഡിയിലുള്ള 4 പ്രതികളുമായി പോലീസ് സംഘം ഇവിടെ തെളിവെടുപ്പ് നടത്തി. കേസിലെ 2ാം പ്രതിയായ ആഷിഖ് ജോൺസണെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് 4 പ്രതികളുമായും പോലീസ് സംഘം ഒരുമിച്ച് തെളിവെടുപ്പ് നടത്തിയത്. 1ാം പ്രതി ജോമോന്റെ വീട്ടിലും ഗോഡൌണിലും എത്തിച്ചായിരുന്നു ഇന്നത്തെ തെളിവെടുപ്പ്. മർദ്ദനമേറ്റ് അവശനിലയിലായ ബിജുവിനെ ആദ്യം എത്തിച്ചത് ജോമോന്റെ വീട്ടിലെന്ന് പോലീസ് പറയുന്നു. മരിച്ചെന്നുറപ്പാക്കാൻ ദേഹപരിശോധന നടത്തി. ഇതിനുശേഷമാണ് മൃതദേഹം ഗോഡൌണിലേക്ക് മാറ്റിയത്. മൃതദേഹം എത്തിച്ചത് ജോമോൻ, മുഹമ്മദ് അസ്ലം, ആഷിഖ് ജോൺസൺ എന്നിവരാണ്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കസ്റ്റഡി കാലാവധി അവസാനിച്ച ജോമോൻ, ജോമീർ, മുഹമ്മദ് അസ്ലം എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 5 ദിവസത്തേക്കാണ് ആഷിഖിനെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിലെ നിർണായക തെളിവായ ആഷിഖ് ജോൺസൺ ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി ഇന്നലെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൈയിലും കാലിലും ബിജുവിനെ കുത്തി മുറിവേൽപ്പിച്ചു എന്ന് ആഷിഖ് മൊഴി നൽകിയിരുന്നു. 24 ഇടുക്കി. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുക്കണമെന്ന ഹർജി തീർപ്പാക്കി സുപ്രീം കോടതി. ആഭ്യന്തര അന്വേഷണം പൂർത്തിയാകട്ടെ എന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട്. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, നിലവിൽ 3-അംഗ സമിതിയുടെ സുപ്രീം കോടതി സമിതിയുടെ അന്വേഷണം വളരെ വിശദമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തൊരു പോലീസ് അന്വേഷണം വേണം എന്ന ആവശ്യം കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. അതിനെ സുപ്രീം കോടതി കാണുന്നത് എങ്ങനെയാണ് അച്യുതൻ?
അരിജിത്ത്, ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അഭിഭാഷകൻ മാത്യു നെടുമ്പാറ ഹർജി സുപ്രീം കോടതിയിൽ നൽകുന്നത്. ഇന്ന് ആ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ അഭയ് എസ് ഓക്കയുടെ ബെഞ്ച് വ്യക്തമാക്കിയത് നിലവിൽ ഈ സംഭവത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണം നടക്കുകയാണ്. ആ ഘട്ടത്തിൽ മറ്റൊരു ഇടപെടൽ നടത്തുന്നത് അത് ഉചിതമല്ല എന്ന രീതിയിലാണ് കോടതി നിരീക്ഷിച്ചത്. ആവശ്യമെങ്കിൽ ചീഫ് ജസ്റ്റിസിന് തന്നെ മറ്റൊരു അന്വേഷണത്തിന് ഉത്തരവിടാം അല്ലെങ്കിൽ നിർദ്ദേശിക്കാമെന്നും ഈ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയത് മാർച്ച് 14-നുണ്ടായ സംഭവത്തിൽ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ പണം കണ്ടെടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ക്രിമിനൽ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നതും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഈ ആഭ്യന്തര അന്വേഷണം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം കൊണ്ട് പല തെളിവുകളും നശിപ്പിക്കും എന്ന ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നു എന്നതും ഈ കോടതിയെ അറിയിക്കുകയുണ്ട്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് ഈ ആഭ്യന്തര അന്വേഷണം പൂർത്തിയായി അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൽ ജസ്റ്റിസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അതിനെതിരെ ഒരു നടപടി എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ഈ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു അന്വേഷണം പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഉത്തരവിടേണ്ടതില്ല എന്നതാണ് ബെഞ്ച് ഈ ഹർജി തീർപ്പാക്കിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. ജമ്മുകശ്മീർ കത്വയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് കൂടി വീരമൃത്യു. സേനയുടെ തെരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ഏറ്റുമുട്ടലിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് ജീവൻ നഷ്ടമായത്. ഏറ്റുമുട്ടലിൽ 3 ഭീകരരെയും സേന വധിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയോടെയാണ് കത്വയിലെ വനമേഖലയിൽ ഭീകര സാന്നിധ്യം സുരക്ഷാ സേന തിരിച്ചറിയുന്നത്. ഇതോടെ മേഖലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ സേന ആരംഭിച്ചു. ഇതിനിടയിലാണ് ജുത്താനയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത്. തിരിച്ചടിച്ച സുരക്ഷാ സേന 3 ഭീകരരെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൃതദേഹം ഇന്നാണ് കണ്ടെത്തിയത്. ദൗത്യത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ നിർത്തിവെച്ച തിരച്ചിൽ ദൗത്യം സേന ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇന്ന് വീണ്ടും ഈ മേഖലയിൽ ഏറ്റുമുട്ടലുണ്ടായി. സംയുക്ത സേനയുടെ നേതൃത്വത്തിലാണ് സൈനിക നടപടി പുരോഗമിക്കുന്നത്. കൂടുതൽ സേനയെ കത്വയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ആദ്യം ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഹീരാനഗറിൽ നിന്ന് 26 കിലോമീറ്റർ അകലെ ജുത്താനയിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. 24 ഡൽഹി. സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെയും പച്ചത്തേങ്ങയുടെയും വില കുതിക്കുന്നു. ഒരു മാസത്തിനിടെ വെളിച്ചെണ്ണ വില 35 രൂപയാണ് കൂടിയത്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മൊത്ത വിപണിയിൽ 280 രൂപ വരെ എത്തി. പച്ചത്തേങ്ങ വില കിലോയ്ക്ക് 61 രൂപ കടന്നു. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില തിളച്ചുപൊങ്ങുന്നതിനൊപ്പമാണ് പച്ചത്തേങ്ങയുടെ വിലയും കുതിച്ചുകയറുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്രയുടെയും പച്ചത്തേങ്ങയുടെയും വരവ് വലിയ തോതിൽ കുറഞ്ഞതാണ് കേരള വിപണിയെ പൊള്ളിക്കുന്നത്. കനത്ത മഴയാണ് തമിഴ്നാട്ടിലെ കർഷകർക്ക് തിരിച്ചടിയായത്. വിലയുയർന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ കൊപ്ര കച്ചവടം നേരത്തെ നടന്നത് കേരള വിപണിയെ പ്രതിസന്ധിയിലാക്കി. ഒരു മാസത്തിനിടെ മൊത്ത വിപണിയിൽ ലിറ്ററിന് 35 രൂപയുടെ വർധനയാണ് വെളിച്ചെണ്ണയ്ക്ക് മാത്രമുണ്ടായത്. കഴിഞ്ഞ മാസം 225 മുതൽ 250 രൂപ വരെയായിരുന്ന വെളിച്ചെണ്ണ വില ഇപ്പോൾ 280 രൂപ വരെ എത്തിയിട്ടുണ്ട്. പച്ചത്തേങ്ങയുടെ വരവ് പകുതിയിലേറെ കുറഞ്ഞതോടെ തേങ്ങാവില കിലോയ്ക്ക് 61 രൂപയിലെത്തി. വിഷുവിപണി സജീവമാകുന്നതോടെ വെളിച്ചെണ്ണയുടെയും പച്ചത്തേങ്ങയുടെയും വില ഇനിയും ഉയരാനാണ് സാധ്യത. 24 കൊച്ചി. പാലക്കാട് മണ്ണാർക്കാട് മോഷ്ടിച്ച പശുവിനെ കൊന്ന് ഇറച്ചിയാക്കി കടത്തി. മണ്ണാർക്കാട് പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. പശുവിന്റെ ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തെങ്കര പഞ്ചായത്തിലെ മെഴുകുംപാറ താണിപ്പറമ്പിൽ പരുത്തിപ്പുള്ളി ജയപ്രകാശിന്റെ 2 വയസ്സുള്ള പശുവിനെയാണ് മോഷ്ടാക്കൾ കൊന്നിറച്ചിയാക്കി കടത്തിയത്. പശുവിന്റെ തലയും ഉടലും ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ വനാതിർത്തിയോട് ചേർന്നുള്ള അരുവിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പശുക്കളെ വളർത്തിയാണ് ജയപ്രകാശനും കുടുംബവും ജീവിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ പശുവിനെ കറക്കാനായി ചെന്നപ്പോഴാണ് പശുവിനെ കാണാനില്ലെന്ന് മനസ്സിലായത്. തുടർന്ന് വിശദമായ തിരച്ചിൽ നടത്തി. മണ്ണിൽ പതിഞ്ഞ പശുവിന്റെ കുളമ്പിന്റെ പാടുകൾ നോക്കിയായിരുന്നു തിരച്ചിൽ. മോഷ്ടാക്കൾ പശുവിന്റെ 2 കാലുകളും 1 കൈയും മുറിച്ചെടുത്ത ശേഷം ഇറച്ചിയാക്കി കൊണ്ടുപോയി. ശരീരാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ജയപ്രകാശ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൂർച്ചയേറിയ ആയുധം കൊണ്ട് കുത്തിക്കൊന്ന ശേഷമാണ് കൈകാലുകൾ മുറിച്ചെടുത്തിരിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. 24 പാലക്കാട്. കോഴിക്കോട് മലാപ്പറമ്പിലെ വേദവ്യാസ സൈനിക സ്കൂളിൽ നിന്ന് കാണാതായ 13-കാരനായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ബീഹാർ സ്വദേശിയായ സൻസ്കാർ കുമാർ കേരളം വിട്ടു എന്നാണ് സൂചന. സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പ്രിൻസിപ്പൽ 24നോട് പറഞ്ഞു.
കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വേദവ്യാസ സൈനിക സ്കൂളിന്റെ ഹോസ്റ്റലിൽ നിന്ന് 7ാം ക്ലാസ്സുകാരനായ സംസ്കാർ കുമാർ പുറത്തു കടന്നത്. പൂനെയിലുള്ള ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുന്നുവെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഹോസ്റ്റലിന്റെ 1ാം നിലയിൽ നിന്ന് സാഹസികമായി പുറത്തു കടന്ന വിദ്യാർത്ഥി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ബീഹാർ സ്വദേശിയായ സംസ്കാർ കുമാർ കഴിഞ്ഞ വർഷമാണ് വേദവ്യാസ സ്കൂളിൽ ചേർന്നത്. സ്കൂളിൽ കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പ്രിൻസിപ്പൽ 24നോട് പറഞ്ഞു. നമ്മുടെ അവിടെ ഒരു ഗ്രില്ല് 3 ഗ്രില്ലുണ്ട് വിൻഡോയിൽ. ആ വിൻഡോയിൽ ഒരു ഗ്രില്ല് ഓപ്പൺ ചെയ്യാം, പക്ഷേ ഓപ്പൺ ചെയ്താലും പുറത്ത് സ്ലൈഡിംഗ് ഡോർ ഉണ്ട്. ആ സ്ലൈഡിംഗ് ഡോറിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇയാൾ കുറച്ചുകൂടെ നല്ല ഫിസിക്കാണ്, ഒരു സ്റ്റോഞ്ച് ഫിസിക്കാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അതിനുള്ളിലൂടെ പുറത്ത് പിന്നെ നമ്മുടെ ആസ്പെറ്റോസ് ഷീറ്റാണ്. ആ ഷീറ്റിലൂടെ നടന്ന് ഈ വശത്ത് CCTVയുടെ ഒരു കൂട്ടം വയറുകളുണ്ട്. ആ വയറിലൂടെ താഴത്തേക്ക് അങ്ങനെ റോപ്പ് ക്ലൈംബിംഗ് പോലെ ഇറങ്ങിയിട്ട് പോയി എന്നാണ് കുട്ടികൾ പറഞ്ഞ വിവരം. കോഴിക്കോട് നിന്ന് ട്രെയിൻ മാർഗം വിദ്യാർത്ഥി പാലക്കാട് വരെ എത്തിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ബീഹാറിലേക്കുള്ള ട്രെയിൻ കയറിയതായും സൂചനയുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. 24 കോഴിക്കോട്. IPL-ൽ ഇന്ന് MS ധോണിയും വിരാട് കോഹ്ലിയും നേർക്കുനേർ. രാത്രി 7:30-ക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗ്ലാമർ പോരാട്ടം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ചിരവൈരികളായ മുംബൈയെ തകർത്ത് സ്വന്തം മടയിൽ കാത്തിരിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ്, നിലവിലെ ജേതാക്കളെ മുട്ടുകുത്തിച്ചെത്തുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. തുടർച്ചയായ 2ാം മത്സരത്തിലും ചെപ്പോക്കിലേക്ക് കാണികൾ ഒഴുകും. തമ്മിലേറ്റുമുട്ടിയ പോരാട്ടങ്ങളിൽ മുൻതൂക്കം ചെന്നൈ സൂപ്പർ കിങ്സിന്. 33 മത്സരങ്ങളിൽ 21ലും ജയിച്ചത് CSK. ബൗളിംഗ് നിരയിലാണ് ചെന്നൈയുടെ പ്രതീക്ഷ. നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, രവീന്ദ്ര ജഡേജ, രവിചന്ദ്രൻ അശ്വിൻ സഖ്യം ബംഗളൂരു ബാറ്റർമാരെ വെള്ളം കുടിപ്പിക്കുമെന്നാണ് അവർ കരുതുന്നത്. വിരാട് കോഹ്ലി, ഫിൽ സോൾട്ട്, രജിത് പട്ടീദാർ, ലിയാം ലിവിങ്സ്റ്റൺ, ഏത് ബൗളിംഗ് നിരയെയും അടിച്ചു പരത്താനുള്ള കഴിവ് ബംഗളൂരു ബാറ്റിംഗ് ലൈനപ്പിനുണ്ട്. റൺ റേറ്റിലെ നിസ്സാര പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ ചെന്നൈ സൂപ്പർ കിങ്സിനെ പിന്തള്ളി RCB പ്ലേ ഓഫിലെത്തിയത്. മറ്റൊരു ധോനി കോഹ്ലി പോരിനുകൂടി കളമൊരുങ്ങുമ്പോൾ ആ കടം കൂടി വീട്ടാനാകും ചെന്നൈയുടെ ശ്രമം. ക്ലാസിക് പോരാട്ടം നടക്കുന്ന ചെപ്പോക്കിലെ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ കേരള സന്ദർശനം പ്രഹസനമാകരുതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനാകണം സന്ദർശനം. കേരളം സന്ദർശിക്കുമെന്ന് പറയുമ്പോഴും കേന്ദ്രമന്ത്രിയുടെ നിലപാടുകളിൽ മാറ്റമില്ല എന്നും AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളം സന്ദർശിക്കുമെന്നായിരുന്നു കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം നല്ലതാണെന്നും പക്ഷേ അത് പ്രഹസനമാകരുതെന്നും മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. ആവശ്യമായ എല്ലാ കാര്യങ്ങളും കേന്ദ്രമന്ത്രിയെ ധരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കമാണ്. കേരളത്തിൻ്റെ വിഷയങ്ങൾ നേരിട്ടറിയാൻ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് സ്വാഗതാർഹമായ നിലപാടാണ്. പക്ഷേ ഇന്നലകളിലെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു പ്രഹസനമാകാതിരിക്കാൻ അദ്ദേഹമാണ് മാതൃക കാണിക്കേണ്ടത്. അദ്ദേഹത്തോട് കേന്ദ്ര ഗവൺമെൻറ് അഭ്യർത്ഥികളുടെ സന്ദർശനം പ്രഹസനമാകരുത്, പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത് ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരമാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ നൽകിയത്. ഇത് നിരുത്തരവാദിത്തപരമാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ വിമർശിച്ചു. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരം പാർലമെന്റിലും മറ്റു സ്ഥലത്തും നടത്തുന്നത് ഒരു നിരുത്തരവാദപരമായ നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും തിരുത്താൻ തയ്യാറെങ്കിൽ അത് നല്ല കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്കത് വലിയ ആശ്വാസകരമായ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
വനം നിയമം ഭേദഗതി വരുത്താൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് അസാധ്യമാണെന്നാണ് കേന്ദ്രം മറുപടി നൽകിയിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത വിജി 24. കോൺഗ്രസ് നേതാവ് കനയ്യകുമാർ സന്ദർശനം നടത്തിയതിന് പിന്നാലെ ബീഹാറിൽ ക്ഷേത്രം ശുദ്ധീകരിച്ചത് വിവാദത്തിൽ. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ തിരസ്കരണമാണ് പ്രകടമായത് എന്നാണ് BJPയുടെ പ്രതികരണം. കുടിയേറ്റം നിർത്തൂ, ജോലി നൽകൂ എന്ന മുദ്രാവാക്യമുയർത്തി ബീഹാറിലുടനീളം റാലി നടത്തുകയാണ് കനയ്യകുമാർ. അതിനിടെ കഴിഞ്ഞ ദിവസം സഹർസ ജില്ലയിലെ ബംഗാവിലെ ദുർഗാക്ഷേത്രത്തിന് സമീപമുള്ള മണ്ഡപത്തിൽ വെച്ച് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. കനയ്യ മടങ്ങിയതിന് തൊട്ടുപിന്നാലെ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരു സംഘമെത്തി ക്ഷേത്രവും പരിസരവും വെള്ളമൊഴിച്ച് വൃത്തിയാക്കി. അതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. RSSും BJPയും പിന്തുണയ്ക്കുന്നവർ മാത്രമാണോ ഭക്തരെന്നും മറ്റെല്ലാവരും തൊട്ടുകൂടാത്തവരാണോ എന്ന ചോദ്യവുമായി കോൺഗ്രസ് വക്താവ് ഗ്യാൻ രഞ്ജൻ ഗുപ്ത രംഗത്ത് വന്നു. കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ തിരസ്കരണമാണ് സംഭവത്തിലൂടെ പ്രകടമാകുന്നതെന്നാണ് BJPയുടെ മറുപടി. വിഷയത്തിൽ പ്രതികരിക്കാൻ കനയ്യകുമാർ തയ്യാറായിട്ടില്ല. 24 ഡൽഹി. വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ള ആവശ്യം അത് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അന്വേഷണം വേണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിജിലൻസ് അന്വേഷണം ഇല്ല, ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങൾ, വിധിയുടെ വിവരങ്ങൾ ശ്രീകാന്ത്. ശ്രീകാന്ത് കേൾക്കാമോ? ശ്രീകാന്ത്, മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമെതിരെ ഈ കേസിൽ മാസപ്പടി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് 1,72,00,000 രൂപ കിട്ടിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം എന്നുള്ളതായിരുന്നു ഗിരീഷ് ബാബുവിൻ്റെയും അന്തരിച്ച പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബുവിൻ്റെയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ MLA കൂടിയായ മാത്യു കുഴൽനാടൻ്റെയും ആവശ്യം. പക്ഷേ ഇപ്പോൾ ആ ഹർജി തള്ളിയിരിക്കുന്നു. ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ചാണ് ഈ കേസിൽ സമർപ്പിച്ചിരുന്ന ഹർജി തള്ളിയത്. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമാണ് എന്നുള്ള ഒരു പരാമർശം കൂടി കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. ആ പരാമർശം ഒഴിവാക്കിക്കൊണ്ടാണ് ഹർജി തള്ളിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ഇല്ല. രണ്ടു പേർക്കും ആശ്വാസം നൽകുന്ന വിധി ജസ്റ്റിസ് K ബാബുവിന്റെ സിംഗിൾ ബെഞ്ചിൽ നിന്നും വന്നിരിക്കുന്നു. മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിവിഷൻ പെറ്റീഷനായിരുന്നു ഇത്. മൂവാറ്റുപുഴ കോടതിയിൽ, വിജിലൻസ് കോടതിയിൽ ഈ കേസ് വന്നിരുന്നു. അന്ന് ഈ ഹർജി തള്ളി. തൊട്ട് പിന്നാലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും ഈ ഹർജി ഉണ്ടായിരുന്നു. അവിടെയും ഈ ഹർജി തള്ളപ്പെട്ടു. ഏറ്റവും ഒടുവിലാണ് ഹൈക്കോടതിയിലേക്ക് റിവിഷൻ പെറ്റീഷൻ എത്തുന്നത്. റിവിഷൻ പെറ്റീഷനിലും തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഇനി അറിയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ പോകുമോ എന്നുള്ളതാണ്. ഇതിലെ ഒരു ഹർജിക്കാരനായ ഗിരീഷ് ബാബു അന്തരിച്ചു. അതിനാൽ തന്നെ ഇനി മാത്യു കുഴൽനാടൻ മാത്രമാണ് ഈ കേസിൽ അവശേഷിക്കുന്ന വ്യക്തി. അദ്ദേഹം അപ്പീലുമായി പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയും എടുത്ത നിലപാട്, ആ നിലപാടിനൊപ്പം ഹൈക്കോടതി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു പരാമർശം അതിൽ നീക്കം ചെയ്തിട്ടുണ്ട്. ആ പരാമർശം എന്ന് പറയുന്നത് ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതം എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അത് അനാവശ്യമാണ് എന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു. ആ പരാമർശം മാത്രം നീക്കം ചെയ്തു. വലിയ ആശ്വാസം മുഖ്യമന്ത്രിക്കും മകൾക്കും. ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ച് നൽകിയിരിക്കുന്ന വിധി മുഖ്യമന്ത്രിക്കും മകൾക്കും അനുകൂലമാണ്. മാത്യു കുഴൽനാടന് തിരിച്ചടിയുണ്ട്. വേണമെങ്കിൽ അവർക്ക് അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് പോകാം. SFIO അന്വേഷണം നിലവിലിപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് കേരള ഹൈക്കോടതി വിജിലൻസ് അന്വേഷണ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നത്.
ശ്രീകാന്ത് തുടരുക. മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMR-ലും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട്, അതിൽ വിജിലൻസിന്റെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് കോടതിക്ക് മുമ്പിലേക്ക് എത്തിയത്. നേരത്തെ ഇത് മൂവാറ്റുപുഴ കോടതിയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഒക്കെ തള്ളിയതാണ്. ഈ ആവശ്യവുമായി ഒരു റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് ഹർജിക്കാർ എത്തുകയായിരുന്നു. അതിപ്പോൾ ആ ആവശ്യം അംഗീകരിക്കുന്നില്ല കോടതി. നേരത്തെ മൂവാറ്റുപുഴ കോടതിയും തിരുവനന്തപുരം കോടതിയും ഒക്കെ, തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഒക്കെ സ്വീകരിച്ച നിലപാട് തന്നെ ഹൈക്കോടതിയും സ്വീകരിക്കുന്നു. വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടാണ് എക്സാലോജി കമ്പനി CMR-ൽ നിന്ന് മാസപ്പടി വാങ്ങിയത്, കൈപ്പറ്റിയത് എന്ന ആരോപണം ഈ ഹർജിയിൽ ഉയർത്തിയിരുന്നു. ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരണം, മുഖ്യമന്ത്രിയുടെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു ഹർജിക്കാർ ഉയർത്തിയിരുന്നതെങ്കിൽ അത് കോടതി അംഗീകരിക്കുന്നില്ല. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഇനി ഹർജിക്കാർ അപ്പീലുമായി പോകുമോ, മാത്യു കുഴൽനാടൻ അപ്പീലുമായി പോകുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക്, വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ച വിവാദം, അതിൻ്റെ ഒരു ഘട്ടത്തിൽ നടക്കുന്ന നിയമ പോരാട്ടം, അതിനൊക്കെ ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതി ആ കേസുമായി ബന്ധപ്പെട്ട്, ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം ഇല്ല എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനം. CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസകരമായ തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഇനി നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വീണ്ടും ഒരു നിയമ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഇതിൽ 2 ഹർജിക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരാൾ ഈ വിചാരണ കാലയളവിൽ മരണപ്പെടുന്നു. മറ്റൊന്ന് മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്, സഭയിലടക്കം. ഇനി ഇങ്ങനെ ഈ വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഹൈക്കോടതി തള്ളുന്ന പശ്ചാത്തലത്തിൽ അപ്പീലുമായി പോകാൻ തന്നെയല്ലേ സാധ്യത, ശ്രീകാന്ത്? റിജിത്ത്, ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും, ഈ ഹർജിയിൽ വാദം നടക്കുന്ന ഓരോ ഘട്ടത്തിലും നമുക്ക് മനസ്സിലായ കാര്യം ഈ ഹർജി തള്ളും എന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ ബുള്ളറ്റിനിലടക്കം നമ്മൾ അതിന്റെ പരോക്ഷ സൂചനയും നൽകിയിരുന്നു. ആ ഹർജിയിൽ ആ വാദം കേട്ട സമയത്ത് തന്നെ നമുക്കതിന്റെ ആ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. കാരണം ഇതിലേക്ക് തക്കതായ തെളിവുകൾ കോടതി മുൻപാകെ എത്തിക്കുക, ആരോപണങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തുലോം തുച്ഛമായിരുന്നു. അത്ര ബലമുള്ള വാദങ്ങൾ, ശക്തമായ വാദങ്ങൾ കോടതി മുൻപാകെ എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ ഘട്ടത്തിൽ, ചില ഘട്ടങ്ങളിലൊക്കെ അത് തോന്നുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഈ ഹർജിയിൽ എന്തെങ്കിലും ശക്തമായ നടപടി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് കരുതിയതുമില്ല. ഏറെക്കുറെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇനി അവർക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം അപ്പീലുമായി പോവുക എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അഭിഭാഷകൻ കൂടിയായ മാത്യു കുഴൽനാടന്റെ ഭാഗത്തുനിന്നും ഉണ്ടായേക്കാം. അത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്, വ്യക്തമാക്കേണ്ടത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം വൈകാതെ തന്നെ എത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന മാസപ്പടി വിഷയം സംബന്ധിച്ചുള്ള ഹർജിയിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് തിരിച്ചടി, അത് 2 കോടതികളിൽ നിന്നും, വിജിലൻസ് കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നു, ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇനി അദ്ദേഹത്തിനുള്ള പോംവഴി ഇതിനെതിരെ അപ്പീൽ അടക്കമുള്ള നടപടികൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോഴും റീജിത്ത്, ഒരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും മകളുടെ സ്ഥാപനത്തിനെതിരെയും SFIO അന്വേഷണം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ ഏറെക്കുറെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ട് കൂടി ഈ SFIO സമർപ്പിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ തൽക്കാലം വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും ഒഴിവായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ മാസപ്പടി കേസിൽ SFIO അന്വേഷണവും അതോടൊപ്പം ED രജിസ്റ്റർ ചെയ്ത കേസിലുള്ള അന്വേഷണവും സജീവമായി നിലവിലുണ്ട്. വിജിലൻസ് കേസിൽ തൽക്കാലം ഒഴിവായി, വിജിലൻസ് എത്തില്ല. മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടാകില്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആ നടപടി, ആ ഹർജി തള്ളിയിരിക്കുന്നു. വിജിലൻസ് അന്വേഷണമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് മെറിറ്റിലേക്ക് കടന്നു കയറി കീഴ്ക്കോടതി, വിജിലൻസ് കോടതി ഒരു പരാമർശം നടത്തിയത് പക്ഷേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒഴിവാക്കിയിരിക്കുന്നു. അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് കോടതിക്ക് തോന്നി, അതിനാൽ അത് മാറ്റി. പക്ഷേ ഹർജി തള്ളി. ഇതാണ് നടന്നത്. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നൊരു പരാമർശം കീഴ്ക്കോടതിയുടെ ഉത്തരവിൽ ഉണ്ടായിരുന്നു. അത് ഹൈക്കോടതി നീക്കുന്നുണ്ട്.
വിജിലൻസ് അന്വേഷണം വേണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളുന്നുണ്ട്. CMRL എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതുമണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകി എന്നുള്ള ആരോപണമാണ് ഹർജിക്കാരൻ പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവന്നത്. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് കോടതി ചോദിക്കുന്നതൊക്കെ ഇതിൻ്റെ വിചാരണാ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ചില രേഖകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകൻ കൈമാറിയിരുന്നു. പക്ഷേ അതൊന്നും ഇങ്ങനെ സർക്കാർ വഴിവിട്ടതിന് സഹായം ചെയ്തു എന്നതിൻ്റെ തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, മറ്റൊന്ന് ഇതിൻ്റെ രാഷ്ട്രീയ വശമാണ്. വലിയ കോളിളക്കമുണ്ടാക്കിയൊരു വിവാദം, അതിൽ തന്നെ മുഖ്യമന്ത്രിയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പരിണമിച്ച കാലം. ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്നു, വലിയൊരു ആയുധം കൂടി നൽകുന്നുണ്ട് ഈ ഘട്ടത്തിൽ. കാരണം മാത്യു കുഴൽനാടന് ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ച മാത്യു കുഴൽനാടന് തുടർച്ചയായി കോടതികളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു. ശ്രീകാന്ത്. റിജിത്ത്, മാത്യു കുഴൽനാടൻ ഇരുത്തം വന്ന നേതാവായി മാറുന്നത്, വളരെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ മാസപ്പടി കേസിലെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലൂടെയാണ്. എല്ലാ ദിവസവും വാർത്താ സമ്മേളനങ്ങളിലൂടെ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിന്നു. നിയമസഭയിൽ മാത്യു കുഴൽനാടൻ കൊടുങ്കാറ്റായി മാറുന്നതും നമ്മൾ കാണുകയുണ്ടായി. സഭയിൽ ഈ വിഷയം ഉന്നയിച്ച് തുടർച്ചയായി ഭരണപക്ഷത്തെ ആക്രമിക്കാൻ മാത്യു കുഴൽനാടനും UDFും ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ചില തിരിച്ചടികൾ മാത്യു കുഴൽനാടനും നേരിടേണ്ടി വരികയും ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് റോഡ് കയ്യേറിയിട്ടുണ്ട് എന്ന ആരോപണമുയർന്നു. അദ്ദേഹം വസ്തു വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. റിസോർട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെയൊക്കെ തന്നെ വിജിലൻസ് അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ ഒരു പരിധിവരെ വളരെയേറെ സജീവമായി ഈ രാഷ്ട്രീയ രംഗത്ത് പിടിച്ചു നിർത്തിയ ഇത്തരമൊരു വിഷയത്തിൽ, മാസപ്പടി എന്ന വിഷയത്തിൽ ഈ ഒരു തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നും വരുന്നത്. അത് കീഴ്ക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടിയെങ്കിലും അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം. ഹൈക്കോടതിയിൽ അനുകൂലമായ ഒരു ഉത്തരവുണ്ടാകും എന്ന് ഒരുപക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം. റിവിഷൻ ഹർജിയുമായി പോയത് അതിനാൽ കൂടി തന്നെയാണ്. അതുമാത്രമല്ല, വിജിലൻസ് കോടതി ഒരു പരാമർശം കൂടി നടത്തിയിരുന്നു, ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത്. അത് മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നത് കൂടിയായിരുന്നു. അതിനാൽ കൂടിയാണ് അദ്ദേഹം റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത്. തുടർന്ന് കോടതി ആ കേസ് കേട്ടു. കോടതി ആ കേസ് വിശദമായി തന്നെ പരിഗണിച്ചു, എല്ലാ വശങ്ങളും കണ്ടു. ഏറ്റവും ഒടുവിൽ വിജിലൻസ് വരേണ്ടതില്ല എന്ന് സിംഗിൾ ബെഞ്ച് തീരുമാനിച്ചു. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായി കാര്യമായ തെളിവുകൾ, ഈ ആരോപണങ്ങൾക്കും ഇതുവരെ കിട്ടിയ തെളിവുകൾക്കും അപ്പുറം വിജിലൻസിനെ കൊണ്ടുവരാൻ തക്ക തെളിവുകളോ രേഖകളോ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ആ വാദത്തിനിടയിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുമായിരുന്നു. പക്ഷേ സബ് ജുഡീസാണ്, ആ ഘട്ടത്തിൽ നമുക്കത് പറയാൻ കഴിയില്ല. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം കൂടിയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്താണോ കോടതി മുറിയിൽ നടന്നത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുന്നു. അപ്പീലുമായി പോകാം, അല്ലെങ്കിൽ SFIO ED അന്വേഷണങ്ങൾ, അതേ തുടർന്നുള്ള നടപടികൾക്കായി കാത്തിരിക്കാം.